അപ്പോൾ ഇന്ന് നമ്മൾ ഇതിലെ മീൻകറി കപ്പ പുഴുങ്ങിയതും കൂട്ടി അടിക്കാൻ പോവുകയാണേ. അപ്പം മീനിൻ്റെ പേര് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് മീൻ. നല്ലപോലെ ഉപ്പൊക്കെ വെച്ച് തേച്ച് കഴുകി നല്ല സുന്ദരന്മാരായിട്ട് എടുത്തിട്ടുണ്ട്. എന്നൊക്കെ മുളകൊക്കെ അങ്ങോട്ട് വറുത്ത് ചേർത്ത് നല്ല കിടലനായിട്ട് അങ്ങോട്ട് കറി വെക്കാം. മസാലക്കൂട്ടായിട്ട് നമുക്ക് ഇത് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 2 സ്പൂണ് ഉലുവ, ഒരു 2 സ്പൂണ് കടുക് കാട്ടാണ്. കുട്ടുവേ എന്തുവാടേ? ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് പച്ച ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. 2 സ്പൂൺ ഉലുവയുണ്ട്, ഇത് ഈ എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് മൂത്ത് വരുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കിത് വാങ്ങി വെക്കാം. നമ്മൾ ആ മുളക് മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചക്കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പച്ചക്കടുകാണ് ഇടുന്നത്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞിട്ട് അരച്ചെടുക്കാം. ഇഞ്ചി നന്നായിട്ട് ചിരണ്ടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇടികല്ലിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇടിച്ചെടുക്കാം. ഇഞ്ചി ഇതുപോലെ ഇടിച്ച് ചതച്ച് എടുക്കണേ. ഇനി നമുക്ക് വെളുത്തുള്ളി പൊളിച്ചെടുക്കാം. കുടംപുളിയാണേ. കുടംപുളി നമുക്കൊന്ന് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാവേ. അപ്പം ഞാനും പൂടും കൂടെ വാഴയില വെട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പം കപ്പയും മീനും വാഴയിലക്കകത്ത് കഴിക്കാം അല്ലേ പൂടു? എന്നാ പോ. എന്താ പേടിയോടെ? വാ 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 വാ, ഞാൻ പോവാ. ഞാൻ വരാൻ വേണ്ടി നിൽക്കുവാണ് അവളെ. ഞാൻ അടുത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ അവൾ മുന്നോട്ട് പോകും. ജാതി സ്നേഹം. ഇവിടെ വാടിയെന്ന് വിളിച്ചാൽ അവൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അനുസരണ അനുസരണ. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി അവിടെ ഇറക്കി. വടക്കം പൊട്ടിച്ച് ഓടിക്കൂ. വടക്കം വടക്കം വടക്കം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് എണ്ണയൊക്കെ നല്ല കട്ടയായിട്ടായിരിക്കുന്നത്. നല്ല ഉറഞ്ഞ പാൽക്കുപ്പി പോലെ ഇരിക്കുന്നു. ശരിക്കും വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ചെടിയിൽ നിന്നും ഫ്രഷായിട്ടുള്ള ഒരു കരിവേപ്പില തണ്ട് ഇങ്ങോട്ട് പറിച്ചെടുക്കാം.
നല്ല ഹെൽത്തി ലീവ്സാണ്. ഇതിനകത്തോട്ട് നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല അരച്ച് വെച്ചത്, അതായത് മുളക് പൊടി, ഉലുവ, അതുപോലെ പച്ചക്കടക്, ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇതുണ്ട് ഈ ഒരു ലെവലാക്കിയിട്ട് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കുടംപുളി കൂടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തണുക്കുന്നുണ്ടോ? ഭയങ്കര തണുപ്പാണ്. ചക്കരേ, ഒരു മീൻ പീസ് അടിച്ചോണ്ട് പോയി. കള്ളി, മീൻ കള്ളി. ഇന്ന് മീൻകറി കൂട്ടി ചോറ് തിന്നാലോ? നീയോ? ഇപ്പം മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിക്കണം. കരിയാപ്പില തണ്ടും കൂടെ ഇടുന്നുണ്ട്. നമുക്കൊന്ന് മൂടി ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിച്ച് കൊടുക്കുവാണേ. ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. ഇനി നമുക്ക് കപ്പ പുഴുങ്ങിയതുമായിട്ട് കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിക്കാം. ഇട്ട് കൊടുക്കാം. മീതയിൽ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഈ കഷ്ണം ഈ സൈഡിലോട്ട് വെക്കാം. സാറാണ് ഒടിവാ കപ്പ ഒഴിക്കാം. അപ്പോൾ ഇതുപോലെ ഉലുവായും കടുകും മുളക് പൊടിയും മാത്രം വെച്ചിട്ട് നിലക്കിട്ട് കിടക്കാച്ച് മീൻകറി വെച്ച് നോക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ബൈ. ഒക്കെ വന്നത് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ കുട്ടൂനും ബോർഡിനും കൂടെ കൊടുക്കാം. അവരവിടെ വെള്ളം ഇറക്കി ഇരിപ്പുണ്ട്. അവള് പടക്കം പൊട്ടിക്കുന്നത് കേട്ടിട്ട് പേടിച്ച് നിൽക്കുവാണേ. ഭയങ്കര പേടിയാ അവൾക്ക്. ബേബി ചക്കരേ ചക്കപ്പഴുന്നു. ഹാപ്പി ന്യൂ ഇയർ.
കുടു ഇന്നേ ഹാപ്പി ന്യൂ ഇയർ ആണേ. അതെ, പടക്കം പൊട്ടിക്കുന്നേ. ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഒന്നും ഇല്ല. ഇനി അടുത്തത് വിഷുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് വന്ന് ഈ കപ്പ വേഗം കഴിച്ചോ. ഇന്നുകൊണ്ട് എല്ലാം തീരും. ചിക്കച്ചോരി ശകലം നീ ബേബിക്ക് വേണോ? നീ ബേബിക്ക് കപ്പ തിന്നാൻ പറ്റിയല്ല. കള്ളി മീൻ കള്ളി പൂടശ കഴി കഴി. ഭയങ്കര പേടിയാ പടക്കം പൊട്ടിക്കുന്നത്. ക്രിസ്മസിൻ്റെ തലേ ദിവസം തൊട്ട് അവള് എൻ്റെ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ അടിയിലാണ് കിടപ്പ്. പുറത്തോട്ട് ഇറങ്ങത്തേ ഇല്ല. എങ്ങാനും സൗണ്ട് കേൾക്കുന്ന നൂറേ പായും. ഒന്നൊക്കെ കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ അടിയിൽ കയറി കിടക്കും. ഭയങ്കര പേടിയാണ്. ചക്കരേ സൂപ്പറായിരുന്നോ? എന്നാ അത് അമ്മ കഥവ് തുറന്ന സൗണ്ടാ. നീ അങ്ങോട്ട് നോക്കണ്ട, അവിടെ എങ്ങൊന്നുമില്ല.